നമസ്കാരം. ഒരു ദിവസം എൻ്റെ ഒരു കസ്റ്റമർ അതിരാവിലെ എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ സാധാരണ അവർ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാറുണ്ട്. പക്ഷെ പതിവിന് വിപരീതമായിട്ട് അവർ വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവര് എന്നോട് പറഞ്ഞത്, നോക്കട്ടോ, നമുക്ക് ഇനി ആ സ്കീം, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതി നമ്മൾ അന്ന് ചേർന്നില്ലേ, അത് ഇനി അടയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തു പറ്റിയെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊറോണ ബാധിച്ച് മരിച്ചു. ഇപ്പോൾ 2 മാസത്തിലധികമായി മരിച്ചിട്ട്. ഞങ്ങളുടെ ഉള്ള വരുമാനം നിന്നു. മാത്രമല്ല കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം മുടങ്ങും. എനിക്കാണെങ്കിൽ 3 പെൺകുട്ടികളാണ്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെ അറിയില്ല. ഈ 2-3 മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബമായാലും അദ്ദേഹത്തിന്റെ കുടുംബമായാലും ഏത് രീതിയിലാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാനും എൻ്റെ മക്കളും നന്നായിട്ട് മനസ്സിലാക്കി. ഇനി പടച്ചോൻ മാത്രമേ ഉള്ളൂ മുന്നിൽ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞാൻ ഒരു നിമിഷം എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത്രയും നന്നായിട്ട് അറിയാവുന്ന നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പെട്ടെന്ന് ഇപ്പൊ കൊറോണ ഒരുപാട് പേരെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അദ്ദേഹത്തെയും കൊണ്ടുപോയി. പക്ഷെ ആ ഒരു വിഷമം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പടച്ചോൻ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുത്തുമ്പോൾ മറ്റൊന്ന് നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇനി ആ പോളിസി അടയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇനി അടുത്ത 24 വർഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ളത്, 24 അതിൽ കൂടുതൽ വരുന്നുണ്ട്, അത് ഞാൻ എങ്ങനെ വിശദമായിട്ട് പറയാം. അടുത്ത 24 കൊല്ലം നമുക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് അവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും. അവര് അന്തം വിട്ട് പോയി. അതെങ്ങനെയെന്ന് ചോദിച്ചു. നമ്മള് ഒരു പ്ലാൻ എടുത്തിരുന്നത് അങ്ങനെയുള്ള ഒരു സ്കീമായിരുന്നു. ഞാൻ പറഞ്ഞു, അതില് ആ ഒരു പോളിസിയിൽ മാത്രം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോളിസി എടുത്തു, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ കുട്ടിയുടെ രക്ഷിതാവായിട്ട് ആരാണോ ഉള്ളത്, ആരുടെ പേരിലാണോ കവറേജ് ഉള്ളത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പോളിസി അതിന്റെ പീരീഡ് കഴിയുന്നവരെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. കാരണം ആ പേയ്മെന്റ് എല്ലാം LIC തന്നെ അവിടെ പേ ചെയ്യാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ അടുത്ത പോളിസി ഇയർ മുതൽ ഓരോ വർഷവും നമ്മൾ എത്ര ലക്ഷം രൂപയുടെ പ്ലാനാണോ എടുത്തിട്ടുള്ളത് അതിന്റെ 10% വെച്ചിട്ട് ആ പോളിസിയുടെ കാലാവധി കഴിയുന്നവരെ ഓരോ വർഷവും കുട്ടിക്ക് കൊടുക്കും. അപ്പൊ അവർ 50 ലക്ഷം രൂപയുടെ ഒരു പ്ലാനാണ് എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ വെച്ചിട്ട് അടുത്ത 24 വർഷവും അവർക്ക് കൊടുക്കും. അപ്പൊ ഒരു വർഷം 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം ഏകദേശം 40,000 രൂപയ്ക്ക് മുകളിലായി അല്ലെ. അപ്പോ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് കഴിഞ്ഞു പോകാനുള്ള ഫണ്ട് അവിടെ കിട്ടി. മാത്രമല്ല ആ കുട്ടികളുടെ എഡ്യൂക്കേഷനോട്ട് മുടങ്ങുന്നില്ല. അവര് ഇത് കേട്ട വഴിക്ക് തന്നെ അവർ പൊട്ടിക്കരയാണ് ചെയ്തത്. സത്യം പറഞ്ഞാല് ഞങ്ങള് ആത്മഹത്യയെ കുറിച്ച് പോലും ഞങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് പടച്ചോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ മുൻകൂറായിട്ട് ചെയ്തു വെച്ചൊരു കാര്യമാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് അദ്ദേഹത്തിന് കാണാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മൾ അതിനെ കാണുക. ഇതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകാന്ന് പറഞ്ഞു. മാത്രമല്ല ഈ 24 കൊല്ലം ഇത് കിട്ടുന്നതിന് പുറമായിട്ട് 25ാമത്തെ കൊല്ലം ഈ 50 ലക്ഷം രൂപയും അതിന്റെ ബോണസും അതിന്റെ ഫൈനൽ അഡീഷണൽ ബോണസും കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് 1 CR മുകളിലുണ്ട്. ഏകദേശം 1.20 വരുന്നുണ്ട്. ആ എമൗണ്ട് ഇനി 25ാമത്തെ വർഷം ഒരിക്കൽ കൂടെ കിട്ടും. അപ്പോൾ എന്താണോ അദ്ദേഹം ഉള്ള സമയത്ത് ആഗ്രഹിച്ച മക്കളുടെ വിദ്യാഭ്യാസം, ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം മക്കൾക്ക് ഒരു തൊഴിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു അവസരം വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം അതേ രീതിയിൽ നടപ്പാക്കാൻ പറ്റുന്ന
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയിലാണ് നിങ്ങൾ ചേർന്നിട്ടുള്ളത് പറഞ്ഞു. നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി നമ്മൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. വരുന്ന സമയത്ത് ആ പോളിസി ചെയ്യുന്ന സമയത്ത് കിട്ടിയ ബോണ്ടും ഏത് ബാങ്കിലേക്കാണോ നിങ്ങൾക്ക് പണം വേണ്ടത് അതിനുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പിയും എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ വന്ന സമയത്ത് ഞാൻ അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഓഫീസിൽ നിന്ന് ക്ലെയിം ഫോം വാങ്ങി ഫില്ല് ചെയ്ത് എല്ലാം കൊടുത്തു. അടുത്ത പോളിസി ഇയർ മുതൽ ഓരോ വർഷവും അവർക്ക് 5 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കുമ്പോൾ 2 രീതിയിൽ എടുക്കാം. ഒന്ന്, കുട്ടികൾക്ക് പോളിസിയും കുട്ടികൾക്ക് തന്നെ ഇൻഷുറൻസ് കവറേജ് വെച്ചുകൊണ്ട് എടുക്കാം. മറ്റൊന്ന്, കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാവിന് ഇൻഷുറൻസ് കവറേജ് വരുന്ന രീതിയിൽ എടുക്കാം. എന്താണ് 2 തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പോളിസിയും കുട്ടികൾക്ക് തന്നെ ഇൻഷുറൻസ് കവറേജും വെച്ചെടുക്കുന്ന സമയത്ത് നാളെ രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഈ പോളിസി അടയ്ക്കണം. അത് മിക്കവാറും കുടുംബത്തിലെ മിക്കവാറും അച്ഛൻ്റെ പേരിലായിരിക്കാം മിക്കവാറും പോളിസികൾ കവറേജ്, അല്ലെങ്കിൽ അച്ഛനായിരിക്കും അധ്വാനിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് വരുമാനം നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പോളിസി അവിടെ മുടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതേ സ്ഥാനത്ത് രക്ഷിതാക്കൾക്ക് ആ മതിയായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭദ്രമാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പേരിൽ തന്നെ നമുക്ക് കവറേജ് എടുക്കാം. അതേ സ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി എടുക്കുകയാണെങ്കിൽ, രക്ഷിതാവിന് പോളിസികൾ ഇല്ലെങ്കിൽ രക്ഷിതാവിന് ഇൻഷുറൻസ് കവറേജ് വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോളിസി എടുത്തുകൊണ്ട് കുട്ടിയെ നോമിയാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. ഇനി ആ ഒരു പോളിസിയിൽ ആ ഒരു ആനുകൂല്യം മാത്രമല്ല ഉള്ളത്, അതിൽ മറ്റ് പല ആനുകൂല്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോളിസി എടുത്തു, ഇത് അടച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാല് ആ പ്രപ്പോസർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അദ്ദേഹം കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു കണ്ടീഷൻ വരികയാണ്, പൂർണ്ണമായിട്ടും തളർന്ന് കിടക്കുകയാണ്, അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് ഡോക്ടർ അവിടെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തേക്ക് LIC പ്രീമിയം അടയ്ക്കേണ്ട എന്ന് പറയും. ഈ 10 വർഷം ഇതിന്റെ 10% വെച്ചിട്ട് ഓരോ വർഷവും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, അദ്ദേഹത്തിന്റെ ചികിത്സക്കുള്ള ഫണ്ടായി, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പണമായി. ഈ 10 വർഷം കഴിയുമ്പോഴേക്ക് ഇദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് അടച്ചോളം പറയും. ഇനി അല്ല അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം വീണ്ടും കൊടുക്കും. അതോടൊപ്പം തന്നെ അംഗവൈകല്യങ്ങളൊക്കെ ഇതിലെ കവറേജ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യ്, കാല്, കണ്ണ് ഇതിൽ ഏതെങ്കിലും 2 അവയവങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് ആയിട്ടുള്ള എമൗണ്ട് 50 ലക്ഷം ആണെങ്കിൽ 50 ലക്ഷം 1 ഇയർ ആണെങ്കിൽ 1 ഇയർ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇനി ഒരു അവയവമാണ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് 50% കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കവറേജിന്റെ ഭാഗത്ത് ഇന്ന് നമ്മളെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നാണ് ഈ സ്കീം. അതോടൊപ്പം തന്നെ ഇനി ഇതൊന്നും സംഭവിക്കാതെ കാലാവധി കഴിയുന്നവരെ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ അവിടെ 3 വർഷം കുറവായിട്ട് അടച്ചാൽ മതി. 25 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് 22 വർഷം അടച്ചാൽ മതി. 20 വർഷത്തേക്ക് എടുക്കണമെങ്കിൽ 17 വർഷം അടച്ചാൽ മതി. 15 വർഷത്തേക്ക് എടുക്കണമെങ്കിൽ 12 വർഷം അടച്ചാൽ മതി. അപ്പൊ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് 3 വർഷം കുറവായിട്ട് പ്രീമിയം അടച്ചാൽ മതി. അപ്പൊ നമ്മളുടെ റിസ്ക് അവിടെ നേരത്തെ നമുക്ക് കഴിഞ്ഞു വെക്കാനുള്ള അവസരം കിട്ടുകയാണ്. ഇനി ഒന്നും സംഭവിക്കാതെ കാലാവധി കഴിയുന്നവരെ വന്നു കഴിഞ്ഞാലോ കാലാവധി ആവുന്ന സമയത്ത് നമ്മൾ ഈ അടയ്ക്കുന്ന എമൗണ്ടും അതിന്റെ ബോണസും അതിന്റെ ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് രക്ഷിതാവിന്റെ കയ്യിൽ തന്നെ കൊടുക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ മക്കളുടെ എഡ്യൂക്കേഷനോ മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഏറ്റവും ആദ്യം മക്കളുടെ എഡ്യൂക്കേഷനിൽ നിന്ന് കണക്കാക്കുന്ന സമയത്ത് ആദ്യം എടുത്തു വെക്കേണ്ടത്. നമ്മൾ എത്ര ഫണ്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ഇത്തരം ഒരു പദ്ധതി എടുത്തേക്കുക. അതിനുശേഷം മാത്രം നമ്മൾ മറ്റ് ഓപ്പർച്യൂണിറ്റികൾ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതുപോലെ ഇൻഷുറൻസ് കവറേജ് നൽകുന്നില്ല. അപ്പൊ ആ കവറേജ് ആണ് നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റുകളുള്ള മറ്റ് പദ്ധതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നിക്ഷേപിക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും മക്കളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ്, ആഗ്രഹമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം എടുക്കേണ്ട പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയാണ്.
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണും. ഞാനിപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇനി അതിൽ ഒട്ടേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ വിശദമായിട്ട് തന്നെ 1-to-1 ആയിട്ട് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിങ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.